الحمد لله الأحد الجبار والصمد الغفار، وأشهد أن لا إله إلا الله الواحد القهار، وأشهد أن محمدا عبده ورسوله النبي المختار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يومئذ يصدر الناس أشتاتا ليروا أعمالهم، فمن يعمل مثقال ذرة خيرا يره، ومن يعمل مثقال ذرة شرا يره. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും സുപരിചിതമായ ആയത്തുകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. നാളെ അല്ലാഹുവിൻ്റെ കോടതിയിൽ നമ്മളുടെ അമലുകളുമായി നമ്മൾ യാത്ര തിരിക്കുമ്പോൾ എന്താണോ നമ്മുടെ ദുനിയാവിലൂടെ പ്രവർത്തിച്ചത് അത് അല്ലാഹുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരപ്പെടുകയാണ്. അത് കാണിക്കപ്പെടാൻ വേണ്ടി മനുഷ്യരെല്ലാം അല്ലാഹുവിൻ്റെ മുന്നിൽ കടന്നു വരുമ്പോൾ അല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ. ആരെന്നവിടെ അണുത്തൂക്കം നന്മ ചെയ്തിട്ടുണ്ടോ അതവിടെ കാണുമെന്നാണ്. ലിസാനുൽ അറബ് പോലുള്ള ഡിക്ഷണറികളിൽ ദറത്ത് എന്ന് പറയുന്ന പദത്തിന് അർത്ഥം കൊടുത്തത് ചെറിയൊരു ഉറുമ്പിന്റെ നിസ്സാരമായ കാലിന്റെ തൂക്കം, അതല്ലെങ്കിൽ പ്രകാശങ്ങളിലൂടെ പാറിക്കളിക്കുന്ന ധൂളങ്ങളിലെ ഒരു ധൂളത്തിന്റെ കനമെന്നാണ്. സാധാരണ പഴയ ഓടിട്ട വീടുകളൊക്കെ ആണെങ്കിൽ രാവിലെ സൂര്യനിങ്ങനെ ഉദിച്ചു വരുമ്പോൾ അതിന്റെ പ്രകാശം വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നത് കാണാൻ പറ്റും. അതിൽ കാണുന്ന നിസ്സാരമായ ധൂളങ്ങളെയും നമുക്ക് കാണാം. ഒന്ന് പിടിക്കാൻ കഴിയില്ല. ചെറിയൊരു തൂക്കം അളന്ന് കണക്കാക്കാൻ പോലും നമ്മളെ കൊണ്ട് സാധ്യമല്ല. അത്രയും നിസ്സാരമായ അളവ് നന്മ ചെയ്താൽ അതുപോലും അല്ലാഹുവിൻ്റെ കോടതിയിൽ പാഴായി പോവില്ല, നമുക്കതിനെ കാണാൻ പറ്റും. എന്നാൽ അതേപോലെ അത്ര നിസ്സാരമായ അളവ് തിന്മയാണ് നമ്മളിലൂടെ സംഭവിക്കുന്നത് എങ്കിൽ അതുപോലും അല്ലാഹുവിൻ്റെ കോടതിയിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ വിചാരണയിൽ നല്ല രീതിയിലൂടെ രക്ഷപ്പെടുന്ന സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമുക്കറിയാം നന്മകളെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ചെയ്യാൻ പാടില്ലാത്ത തിന്മകളും നമുക്കിവിടെ അറിയാൻ സാധിക്കും. പക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളിലൂടെ സംഭവിക്കാൻ സാധ്യതയില്ല. ഇസ്ലാം അനുവദിച്ചു തന്ന വിഷയങ്ങളിൽ പോലും
ചില കാര്യങ്ങളിൽ നിങ്ങൾ അതിര് കടക്കരുത് എന്ന് അള്ളാഹു പഠിപ്പിച്ച ഒരു 6ഓളം കാര്യങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ഖുതുബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. അധികരിപ്പിക്കാൻ നമുക്ക് അനുവാദമില്ലാത്ത, എന്നാൽ ഇസ്ലാം അനുവദിച്ചതിൽ അധികമായി കൊണ്ടുവരാൻ പാടില്ലാത്ത 6 കാര്യങ്ങൾ. അതിലൊന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ ചിരികളാണ്. നമ്മളൊക്കെ സാധാരണ ചിരിക്കുന്ന ആളുകളാണ്. മനുഷ്യൻ അല്ലാഹു തആല നൽകിയ മറ്റുള്ള ജീവികൾക്കില്ലാത്ത അപാരമായ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് ചിരിക്കുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ മതം നമുക്ക് അനുവദിച്ചതുമാണ്. ചിരിക്കാൻ നമുക്ക് അനുവാദം തന്നിട്ടുള്ളതാണ്. ആ ചിരിയുടെ ഏറ്റവും നല്ലൊരു രൂപത്തിൽ നമ്മളോട് പറഞ്ഞ പുഞ്ചിരി, അത് നിങ്ങൾക്ക് സ്വതക്കയുടെ പ്രതിഫലം പോലും ഉണ്ടെന്ന് അള്ളാഹുവിൻ്റെ ദീൻ നമ്മളോട് പഠിപ്പിച്ചതാണ്. തബസ്സുമുക ഫി വജ്ഹി അഖീക സ്വതക്ക, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും നിനക്ക് സ്വതക്കയാണ് എന്ന മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. വലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈഅ വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തുലിഖ്, ഒരു പ്രസന്ന മുഖത്തോടുകൂടെ തന്റെ സഹോദരനെ കണ്ടുമുട്ടുന്ന നന്മ പോലും നിങ്ങൾ നിസ്സാരമായി കാണരുത് എന്ന് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരാൻ. അപ്പൊ പുഞ്ചിരിക്കാൻ നമുക്ക് അനുവദിച്ചു തന്നൊരു മേഖലയാണ്. ചില ഹാസ്യങ്ങളെ കേൾക്കുമ്പോൾ, കുടുംബത്തോടുകൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ അവിടെ ചിരിക്കാൻ പോലും അള്ളാഹുവിന്റെ ദീൻ നമുക്ക് അനുവാദം നൽകുന്നുണ്ട്. അവിടെ ഒന്നും എതിരല്ല. പക്ഷെ അമിതമായി ചിരിക്കുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ലാ തുക്സിറുൽ ലഹിക്, നിങ്ങൾ അമിതമായി ചിരിക്കാൻ പാടില്ല. ഫഇന്ന കസറത്തുൽ ലഹിക്, അമിതമായി ചിരിക്കുക എന്നുള്ളത് തുമീത്തുൽ ഖൽബ്, നിങ്ങളുടെ ഹൃദയത്തിനെ അത് മരിപ്പിച്ചു കളയുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ഹാസ്യങ്ങളൊക്കെ ചില അതിനെ മാത്രം ഹോബിയായി കാണുന്ന ആളുകളുണ്ട്. അമിതമായി പൊട്ടിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അത് നിങ്ങളുടെ ഹൃദയത്തിനെ മരിപ്പിച്ചു കളയുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഇമാം സുന്ന ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് അദ്ദേഹം ഈ ഹദീസിനെ ശർഹ് ചെയ്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. അത് നിങ്ങളെ മാറ്റിക്കളയുന്ന എന്തിൽ നിന്നാണെന്നറിയോ? അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റുകളിൽ നിന്ന്, അള്ളാഹ് എന്നുള്ള ബോധങ്ങളിൽ നിന്ന്, അന്ത്യനാൾ എന്ന് പറയുന്ന ശ്രദ്ധകളിൽ നിന്ന്, പരലോകത്തിന്റെ ശ്രദ്ധകളിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധമാക്കി കളയുന്ന ഒന്നാണ് അമിതമായി ചിരിക്കുക എന്നുള്ളതാണ്. ചില ആളുകൾക്ക് പലപ്പോഴും ഏറ്റവും ഇഷ്ടം എന്താണ്? അമിതമായി ചിരിക്കാനൻ, പൊട്ടിച്ചിരിക്കാനൻ. ചിരിക്കരുത് എന്നല്ല കേട്ടോ, അമിതമായി ചിരിക്കുന്നതിനെയാണ്. നിങ്ങൾ നോക്ക്, ചില ആളുകൾ ചിരിപ്പിക്കാനായി നടക്കുന്ന ആളുകളുണ്ട്, അതിനോട് ഇഷ്ടം വെക്കുന്ന ആളുകളുണ്ട്. മൊബൈലിന്റെ റീലുകളെ തള്ളി സമയം കളയുന്ന ആളുകളെയും നമുക്കിടയിലൂടെ കാണാൻ സാധിക്കും. ഇപ്പൊ കേവലം 30 സെക്കൻഡ് വരുന്ന 50 സെക്കൻഡ് വരുന്ന റീലുകൾ ഉപയോഗിച്ച് അതിങ്ങനെ ആവർത്തിച്ച് കണ്ട് ഒരുപക്ഷെ ഒരു കാലഘട്ടങ്ങളിൽ 2 മണിക്കൂറും 2.5 മണിക്കൂറുകളുമുള്ള ഫിലിമുകളാണ് നമ്മളുടെ ജീവിതങ്ങളെ നശിപ്പിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ അതിനേക്കാളും മാരകമായ രീതികളിൽ ചെറിയ ചെറിയ റീലുകൾ സമയം കളയുന്നത് പോലും നമ്മൾ അറിയണില്ല. എന്തിനാണ്? പലപ്പോഴും കുറെ കോമഡികളൊക്കെ ഉണ്ട്, അതിനെ ചിരിച്ച് അതല്ലെങ്കിൽ നമ്മൾ ജനങ്ങൾക്ക് മുമ്പിൽ ഹാസ്യങ്ങൾ അവതരിപ്പിച്ച് സമയം തള്ളി നീക്കുന്ന ആളുകളോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വൈലുൻ, നാശമുണ്ട് ലില്ലദീ യുഹദ്ദിസു ബിൽ ഹദീസ്, ഒരു സംസാരവുമായി കൊണ്ടുവരുന്ന ചില സംസാരങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്. എന്തിനാ അവൻ സംസാരിക്കുന്നത്? ലിയുദ്ഹിക ബിഹിൽ ഖൗം, അവന്റെ സംസാരം കൊണ്ട് ആളുകളൊക്കെ ചിരിക്കണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്റെ സംസാരം കൊണ്ട് ആളുകൾ ചിരിക്കണമെന്ന് കരുതി സംസാരിക്കുന്ന ആളുകളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈലുല്ല, അവന് നാശമുണ്ട്, സുമ്മ വൈലുല്ല, അവന് നാശമുണ്ട്, സുമ്മ വൈലുല്ല, അവന് നാശമുണ്ടെന്ന് 3 തവണ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചുകൊണ്ട് പറയാൻ. നമ്മൾ പറയുന്ന സംസാരം കൊണ്ട് ആളുകൾ ചിരിക്കണമെന്ന് കരുതാൻ, എന്നിട്ടതിനെ ആവർത്തിച്ചുകൊണ്ടിങ്ങനെ സംസാരിക്കുന്ന ആളുകൾ, ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി പറയുന്ന ആളുകൾ, മറ്റുള്ളവരെ ചിരിക്കാൻ വേണ്ടി കളവ് പറയുന്ന ആളുകളെന്ന് പോലും മറ്റു റിവായത്തിലൂടെ കാണാൻ സാധിക്കും. കളവ് പറഞ്ഞ് ആളുകളെ ചിരിപ്പിക്കുന്ന, അതിനൊരു ജോലിയാക്കി മാറ്റുന്ന ആളുകളുണ്ട്, കൊമേഡിയന്മാർ എന്ന പേര് സ്വീകരിച്ച. പ്രിയമുള്ളവരെ, അതൊന്നും ഒരു മുസ്ലിമിനെ അനുവദനീയമായ മേഖലയല്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിൽ ഒന്നാമത്തെ വിഷയം നമ്മൾ മനസ്സിലാക്കണം, ചിരിക്കാൻ അല്ലാഹു തആല അനുവാദം നൽകിയിട്ടുണ്ട്. പക്ഷെ പൊട്ടിച്ചിരിക്കുക, അമിതമായി ചിരിച്ച് അതിലൂടെ സമയം കാണുന്നത് അള്ളാഹുവിന്റെ മതം വിലക്കിയിട്ടുള്ള വിഷയമാണ്. രണ്ടാമത്തെ മേഖല സത്യം ചെയ്യലാണ്.
ചില മേഖലകളിൽ സത്യം ചെയ്യൽ നിർബന്ധമാകുന്ന സാഹചര്യങ്ങൾ വരെ കടന്നു വരുന്നുണ്ട് ഇസ്ലാമിലെ. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, വെറുതെ സത്യം പറയുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് കച്ചവടത്തിന്റെ മേഖല അമിതമായി സത്യം ചെയ്യുന്നതിനെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇയ്യാകും വകസറത്തുൽ ഹൽഫ്, അമിതമായി സത്യം പറയുന്നവരെ നിങ്ങളെ സൂക്ഷിക്കണേ. ബിൽ ബൈഅ, കച്ചവടത്തിന്റെ കാര്യത്തില് ഫഇന്നഹു യുനഫിഖു, അതവനെ കപടനാക്കി തീർക്കുമെന്നാണ്. സുമ്മ യംഹഖു, പിന്നെ അവനെ നഷ്ടത്തിലേക്ക് അതിനെ കൊണ്ടുപോകുന്നതാണ്. തങ്ങളുടെ വസ്തു വിറ്റഴിക്കാൻ വേണ്ടി കള്ളം പറയുന്ന ആളുകൾ, അതിനെ ചില ആളുകളൊക്കെ പറയും അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണ് സത്യം, നമുക്ക് അമിതമായി സത്യം പറയാൻ പാടില്ല, ഇത് അല്ലാഹു സത്യം, നല്ല വസ്തുവാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ് എന്ന് പറഞ്ഞ് അമിതമായി സത്യം പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, പറഞ്ഞു അവനതെന്താക്കും, കപടനാക്കി മാറ്റും. അഥവാ അള്ളാന്റെ പേരിലും അവനൊരു ഭയമില്ലാത്ത അവസ്ഥയിലേക്ക് വരും. അവസാനം നമ്മൾ വിചാരിക്കുന്ന നല്ല ലാഭം കിട്ടാനാണ്, നല്ല കച്ചവടം നടക്കാനാണ്. സുമ്മയം ഹഖ്, പിന്നീട് അത് അവനെ നഷ്ടത്തിലൂടെ കൊണ്ടുവരുമെന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കേ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, ഫീഹി നഹ്യു അൻ കസറത്തിൽ ഹൽഫി ബിൽ ബൈഅ, കച്ചവടത്തിലൂടെ സത്യം അധികരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള വിരോധനം ഈ വിഷയത്തിലുണ്ട്. അമിതമായി സത്യം ചെയ്ത് അവിടെ സത്യങ്ങളെ അധികരിപ്പിക്കുന്നത് വിരോധിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അനാവശ്യമായിട്ടാണ് ഒരാള് സത്യം പറയുന്നതെങ്കിൽ അത് മക്റൂഹാണ്, അത് വിലക്കപ്പെട്ടതാണ്, വെറുക്കപ്പെട്ടതാണ് എന്ന് പോലും ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അതിന്റെ ഗൗരവം ഒരുപക്ഷെ നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് ആലോചിച്ച് നോക്ക്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, 3 ആളുകളുണ്ട്, 3 വിഭാഗം ആളുകളുണ്ട്, അള്ളാഹു അവരോട് സംസാരിക്കില്ല. ലാ യുകല്ലിമുഹുമുല്ലാഹ് വലാ യുസക്കീഹിം വലാ യൻദുറു ഇലൈഹിം, അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല, അവരെ അള്ളാഹു സംസ്കരിക്കുകയില്ല, റഹ്മത്തിന്റെ നോട്ടം പോലും അള്ളാഹു അവരിലേക്ക് നോക്കുകയില്ല. നാളെ പരലോകത്തെ റബ്ബ് സംസാരിക്കാത്ത ആളുകൾ, അള്ളാഹു സംസ്കരിക്കാത്ത ആളുകൾ, അള്ളാഹു തിരിഞ്ഞു നോക്കാത്ത ആളുകൾ. അതിലൊന്നാമതായി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അല്ലദീ യബീഉ സിൽഅതഹു ബിൽ ഹൽഫിൽ കദിബ്, കള്ളസത്യം പറഞ്ഞിട്ട് തങ്ങളുടെ കച്ചവട വസ്തു വിറ്റഴിച്ച മനുഷ്യരില്ലേ, അവരല്ലാഹു തആല സംസാരിക്കുകയില്ല, അവരല്ലാഹു തിരിഞ്ഞു നോക്കൂല, അവരല്ലാഹു സംസ്കരിക്കില്ല എന്നാണ്. ആ വാക്കിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കുറെ നാള് ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ചില ആളുകളുണ്ട്, അറബ് രാജ്യത്തിന്റെ മണ്ണിൽ. അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കേ, ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്? അവരൊരു പക്ഷെ ഒരു നല്ല ഭക്ഷണം ആസ്വദിച്ചിട്ടുണ്ടാവില്ല, നല്ല രീതിയിൽ അവരുടെ ജീവിതത്തെ എൻജോയ് ചെയ്തിട്ടുണ്ടാവില്ല. അവരാസ്വദിച്ചത് മുഴുവനും അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. പല ഭക്ഷണങ്ങൾ അവർ സ്കിപ്പ് ചെയ്തു. കിടക്കുന്ന കട്ടിലിന്റെ താഴെ ഒരു പെട്ടി കൊണ്ടുവന്ന് വെച്ച് കുടുംബത്തിന് വേണ്ടതൊക്കെ അതിൽ സമാഹരിച്ചു വെച്ചു. നാട്ടിലേക്ക് ആകാംക്ഷയോടുകൂടെ കടന്നു വന്നു. വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഇന്ന ദിവസം കാലിക്കറ്റ് അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്യുമെന്ന് അറിയിച്ചു. അന്നവന്റെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്, എൻ്റെ കുടുംബം എന്നെ സ്വീകരിക്കാനായി അവർ കടന്നു വരുമെന്ന പ്രതീക്ഷയിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കേ, ആ എയർപോർട്ടിൽ അവൻ വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ നാടിന്റെ തെങ്ങിന്റെ തലപ്പ് കാണുമ്പോൾ എൻ്റെ നാടെത്തിയല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരിക്കും. എമിഗ്രേഷൻ ക്ലിയറൻസും കഴിഞ്ഞ് ബാഗേജ് ക്ലിയറൻസും കഴിഞ്ഞ് പുറത്തേക്ക് ഓടി വന്നപ്പോൾ പല ആളുകളെയും കൈവീശി സ്വീകരിക്കാൻ ആളുകളുള്ളപ്പോൾ അവന്റെ കുടുംബത്തെ 2 വർഷം 2.5 വർഷം നിന്ന് വന്നിട്ട് അവന്റെ കുടുംബത്തിൽ ഒരാളെ പോലും ആ എയർപോർട്ടിന്റെ പരിസരത്ത് അവൻ കാണുന്നില്ല. പിന്നെ മനസ്സിലിങ്ങനെ ആശങ്ക കൊണ്ടു, എൻ്റെ 4-5 മണിക്കൂർ യാത്രക്കിടയിൽ ഒരുപക്ഷെ എന്നെ അറിയിക്കാൻ കഴിയാത്തതായിരിക്കാം, ഒരു എയർപോർട്ടിൽ ടാക്സി വിളിച്ച് അല്ലെങ്കിൽ അവിടെ നിന്നൊരു ബസ് കയറി അവന്റെ വീട്ടിലേക്ക് അവൻ കയറി വന്ന് വീടിന്റെ കോളിംഗ് ബെല്ലടിച്ചപ്പോ സ്വന്തം ഭാര്യ ഡോർ തുറന്നിട്ട് ഒന്നും മിണ്ടാതെ തിരിച്ചു പോയാൽ നമ്മളുടെ മാനസികാവസ്ഥ എന്താവും? വന്നിടത്തൊക്കെ തിരിച്ചു പോകണമെന്ന് ഒരുപക്ഷെ മനസ്സ് മോഹിക്കോ? ആർക്ക് വേണ്ടിയിട്ട് ഇത്രയും കാലം അധ്വാനിച്ചത്? അവർക്കൊന്നും തന്നെ വേണ്ടേ? പ്രിയമുള്ളവരെ, നോമ്പായി, നമസ്കാരമായി, ഹജ്ജായി, സക്കാത്തായി, അമലുസ്വാലിഹാത്തുകളായി അള്ളാഹുവിന്റെ കോടതിയിലൂടെ കടന്നു വരുമ്പോ ലാ യുകല്ലിമുഹുമുല്ലാഹ്, അവരോട് അല്ലാഹു സംസാരിക്കുന്നില്ല. വലാ യുസക്കീഹിം, അവരെ അള്ളാഹു സംസ്കരിക്കുന്നില്ല. വലാ യൻദുറു ഇലൈഹിം, ഒരു നോട്ടം പോലും, കാരുണ്യത്തിന്റെ നോട്ടം പോലും അള്ളാഹു അവരെ നോക്കുന്നില്ല.
പിന്നെന്തിനാ നമ്മളുടെ ആരാധനകള്? എന്തിനാ നമ്മളുടെ ഇബാദത്തുകള്? വല്ലാത്തൊരു അവസ്ഥയല്ലേ? അതാരാണ്? ആരാ? ഒന്ന് ഉടുമുണ്ട് നിര്യാണിക്ക് താഴെ വലിച്ചടച്ചവനാൻ. പല ഹദീസുകളിലും കാണാം. നിസ്കാരത്തിലൊക്കെ പലപ്പോഴും പറയും വസ്ത്രം കയറ്റി കൊടുക്കണേ. നിസ്സാരായ ഒരു വിഷയമൊന്നും അല്ല കേട്ടോ, അവിടേക്ക് ഞാൻ പോകണില്ല. രണ്ടാമത്തെ വിഷയം അൽമന്നാൻ, കൊടുത്ത ഉപകാരങ്ങൾ എടുത്തു പറഞ്ഞ് ഉപദ്രവിക്കുന്ന ആളുകള്. മൂന്നാമത്തെ വിഷയമാണ് കള്ളം പറഞ്ഞ് കച്ചവട വസ്തുക്കളെ വിറ്റഴിച്ചവർ. അതുകൊണ്ട് അമിതമായി സത്യം പറയുന്നത്, സത്യം പറയാൻ അവകാശമുണ്ട്, സത്യം പറയാൻ അവകാശമുണ്ട്, അള്ളാന്റെ പേരിൽ സത്യം ചെയ്യാൻ അവകാശമുണ്ട്. പക്ഷെ അമിതമായി സത്യം ചെയ്യാൻ അവകാശമില്ല. അതുകൊണ്ട് തന്നെ നോക്കേ, ഇനിയിപ്പോ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിറ്റുപോയിട്ടുണ്ടല്ലോ, അല്ല അറിയാതെ ചില വാക്കൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടല്ലോ. അവരോട് അതിന്റെ പോരായ്മ പരിഹരിക്കാൻ മുത്തറസൂല് പറഞ്ഞു, യാ മഅ്ശറ തുജാർ, അല്ലയോ കച്ചവടക്കാരെ, കച്ചവട സമൂഹമേ, ഫശൂബൂഹു ബിസ്സദഖ, സ്വദഖ കൊണ്ടതിനെ ഇല്ലായ്മ ചെയ്യണേ, അതിന്റെ പോരായ്മകളെ സ്വദഖ കൊണ്ട് ഇല്ലായ്മ ചെയ്യണേ. ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ കാണാം, എന്തെങ്കിലുമൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വദഖ ചെയ്തിട്ട് അതിന്റെ പോരായ്മ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ വിഷയം ചോദിക്കല. ചോദിച്ചറിയാൻ നല്ല കാര്യം, എന്തും ചോദിച്ചറിയണമെന്ന് പഠിപ്പിച്ചതാണ്. പക്ഷെ അമിതമായിട്ട് ചോദിക്കുന്ന ആളുകൾ അതെന്താണെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ഹദീസിന്റെ വിശദീകരണങ്ങളിലൂടെ പഠിക്കാൻ സാധിക്കും. ചോദിച്ചറിയുന്നത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറഞ്ഞില്ലേ, നിഅമൻ നിസാഉ നിസാഉൽ അൻസാർ, അൻസാറുകളിലെ സ്ത്രീകളൊക്കെ എത്ര നല്ല സ്ത്രീകളാണ്. ലം യംനഉഹുന്നൽ ഹയാ, ലജ്ജ അവരെ തടഞ്ഞു വെക്കണില്ല. അയസ്അൽന ഫീ ദീനിഹിന്ന, അവർക്ക് മതം ചോദിച്ചറിയാൻ ലജ്ജ അവരെ തടഞ്ഞു വെക്കണില്ല. എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് പഠിച്ച് അവർ ഉൾക്കൊണ്ടിരുന്ന അൻസാറുകളായ സ്ത്രീകൾ എത്ര നല്ല സ്ത്രീകളാണ് എന്ന് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ദീനിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേട്ടോ, ഇന്നല്ലാഹ കരിഹ ലക്കും, തീർച്ചയായും അല്ലാഹു നിങ്ങൾക്ക് വെറുക്കപ്പെട്ടിട്ടുള്ള 3 കാര്യങ്ങളുണ്ട്. സലാസ ഖീല വഖാൽ, പറഞ്ഞതും പറയപ്പെട്ടതും അതുമായി നടക്കുന്ന ആളുകളുണ്ട്. അവിടെ പറയപ്പെട്ടു, ഇവിടെ പറഞ്ഞു, ഇങ്ങനെ നടക്കുന്ന ആളുകൾ അത് വെറുക്കപ്പെട്ടതാണ്. വഇളാഅത്തുൽ മാൽ, പണം അമിതമായി ചെലവഴിക്കുന്നത് വെറുക്കപ്പെട്ടതാണ്. വകസറത്തുസ് സുആൽ, ചോദ്യം അധികരിപ്പിക്കുക. കുറെ ചോദ്യം ചോദിക്കാനൊക്കെ അവകാശമുണ്ട് നമുക്ക്, പക്ഷേ ചോദ്യങ്ങൾ അധികരിപ്പിക്കാൻ മതത്തിൽ അനുവദനീയമാണെങ്കിലും അധികരിപ്പിക്കാൻ പാടില്ലാത്ത വിഷയങ്ങളാണ്. അതെന്താണ്? അതിന് 6ഓളം കാരണങ്ങൾ ആ ഹദീസിന്റെ ഷറഹിലെ ഉലമാക്കൾ പറയുന്നത്. അതിനെ ഒന്ന് ചുരുക്കിയിട്ട് പറഞ്ഞാൽ അതിലൊന്നാമത്തെ വിഷയം ഒന്ന് മനസ്സിലാക്കേണ്ടത്, സുആലുന്നാസി അംവാലഹും, ജനങ്ങളുടെ സമ്പത്ത് ഇങ്ങനെ ചോദിച്ച് നടക്കുന്ന ആളുകളുണ്ട്. പിരിവിന് വേണ്ടി ഇങ്ങനെ യാചിച്ച് നടക്കുന്ന ആളുകളുണ്ട്. ആ യാചന നമ്മൾ മനസ്സിലാക്കേണ്ട, ഇസ്ലാം അനുവദിച്ച ചില മേഖലകളുണ്ട് എന്നല്ലാതെ ഇങ്ങനെ മറ്റുള്ളവരോട് യാചിച്ചുകൊണ്ട് മാത്രം ജീവിക്കുന്നത് അതിന്റെ ഗണത്തിലൂടെ ഉലമാക്കൾ എണ്ണിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വിഷയം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട, സുആലു അനിൽ മസാഇൽ അല്ലദി യൻദുറു വുഖൂഉഹാ ഔ യസ്തഹീൽ, ഒരിക്കലും സംഭവിക്കാത്ത അസംഭവ്യമായ അല്ലെങ്കിൽ അപൂർവമായിട്ട് മാത്രം നടക്കുന്ന ഒരു കാര്യങ്ങളെ, അങ്ങനത്തെ പ്രശ്നങ്ങളെ പറ്റി ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുക. അങ്ങനെ ചോദിച്ച് അങ്ങനെ വന്നെന്താവും, ഇങ്ങനെ സംഭവിച്ചെന്താവും, അങ്ങനെ സമൂഹത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി നടക്കണേ. എന്റെ പോക്കറ്റിൽ നിർത്തിട്ട് ഒന്നും പറയല്ല കേട്ടോ. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞ 6 കാരണങ്ങളെ ഒന്ന് ഷോർട്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞത് മാത്രം. നമ്മളുടെ ഇടയിൽ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് അതിന്റെ മസാലകളെ ചോദിച്ചു നടക്കുക. ഉള്ള മസാലകളെ ചോദിച്ച് പഠിക്കാൻ ഒരുപാടില്ലേ, എന്നിട്ട് ഇല്ലാത്ത മസാലകളെ ചോദിച്ച് ഒരു സമൂഹത്തിലൊക്കെ ഉണ്ടായിരുന്നു ഈ അമിതമായ സൂക്ഷ്മത എന്നും പറഞ്ഞ് എന്ന് പറഞ്ഞ് ചില പണ്ഡിതന്മാരൊക്കെ മയ്യത്ത് എണീറ്റ് പോയി തോട്ടുപോയി കുളിച്ചാൽ പിന്നെ മയ്യത്ത് കുളിപ്പിക്കണമെന്ന് ചർച്ച ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. പള്ളിയിൽ നിന്ന് ഒരു മരം മുളച്ച് അതിന്റെ കൊമ്പ് പുറത്തേക്ക് പോയി ആ കൊമ്പത്ത് കയറി എത്തിക്കാഫ് ശരിയാവോന്ന് ചർച്ച ചെയ്ത് അവിടുത്തെ സമസ്തന്റെ പണ്ഡിതന്മാരുണ്ടായിരുന്നു. അല്ലേ, പള്ളിയിൽ സ്ഥലം ഉണ്ടാകുമ്പോൾ മരത്തുമ്പോൾ പോയി ഇരിക്കേണ്ട കാര്യമുണ്ടോ നമ്മൾ, അല്ലേ? അങ്ങനത്തെ വേണ്ടാത്ത ചോദ്യങ്ങളൊക്കെ മസാലകളായി ചോദിച്ചു. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഫിഖ്
ഫിഖഹിന്റെ കിതാബുകളുടെ പേരിൽ ഈ നബിദിനൊക്കെ ഇവിടെ നാട്ടിൽ നടത്തിയിട്ടുള്ള ആൾക്കാരെ ഫിഖഹിന്റെ കിതാബുകളുടെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള മസാലകളാണ്. അപ്പോൾ ഒരിക്കലും പശു മനുഷ്യനെ പ്രസവിച്ചാൽ അതിന് ഉളുഹിയത്ത് ഇറക്കണോ അതല്ല ഇമാമ നിർത്തണോ എന്നൊക്കെ ചർച്ചകൾ ഉണ്ടാക്കി ഒരു ഫിത്തനകൾ ഉണ്ടാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നുമല്ല, അമിതമായി ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ അപൂർവമായി നടക്കേണ്ട കാര്യങ്ങളുടെ പേരിൽ മാത്രം ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയൊന്നും നമ്മൾ അല്ലാഹുവിന്റെ പടപ്പുകളുണ്ട് ലോകത്ത്, മറ്റു മനുഷ്യനെ കൂടാതെ നമ്മളിൽ നിന്ന് അദൃശ്യമായി ഇവിടെ ജീവിക്കുന്ന ജിന്നുകളുണ്ട്. അതിനെപ്പറ്റി തന്നെ ചോദിച്ചുകൊണ്ട് നടക്കുക. അമ്പലത്തിൽ പോകുമ്പോൾ ജിന്നിനെ കണ്ട ചോദിക്കണോ, പള്ളി പോകുമ്പോൾ ജിന്നിനെ കണ്ട ചോദിക്കണോ? നമ്മളോട് അല്ലാഹുവിന്റെ റസൂൽ വേണ്ടാന്ന് പറഞ്ഞ് നിർത്തി കൊടുത്ത് അവിടെ വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കാന്നല്ലാതെ, പണ്ഡിത ലോകം ചർച്ച ചെയ്യുന്നിടത്ത് പണ്ഡിതന്മാർ ചർച്ച ചെയ്യാന്നല്ലാതെ ഇതെന്നെ ആൾക്കാരോടൊക്കെ ചോദിച്ചു ഒരു ഫിത്തന ഉണ്ടാക്കാൻ വല്ല വഴിയും കിട്ടുമെന്ന് അറിഞ്ഞ് നമുക്കതിനൊന്നും അവകാശമില്ല. അങ്ങനെ അമിതമായ ചോദ്യങ്ങളെ അല്ലാഹു തആല വെറുത്തതാണ്, അല്ല നിങ്ങൾക്ക് വെറുത്തതാണ്. മറ്റൊരു അവന്റെ കാര്യത്തിൽപ്പെടാത്ത, അവനൊരു ഉപകാരമില്ലാത്ത, അവന്റെ കുടുംബത്തിന് പോലും ഉപകാരമില്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ചോദിച്ചു നടക്കുന്ന ആളുകൾ, ഇതൊക്കെ കസ്റത്ത് സുആലിന്റെ ഹദീസിന്റെ ഷറഹിൽ വന്ന കാര്യങ്ങളാണ്. അവനൊരു ഉപകാരമില്ല, അവന്റെ കാര്യത്തിൽപ്പെട്ടതേ അല്ല. നിങ്ങൾ ആലോചിച്ച ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. നമ്മളൊക്കെ ഇങ്ങനെ ആൾക്കാരോട് ചോദിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ച് പറയാം, ഈ നാട്ടുകാരൊക്കെ എന്തെങ്ങനെ, ഈ ആൾക്കാരൊക്കെ എന്തെങ്ങനെ, നമ്മളുടെ പരിമിതിയിൽ പെട്ടതാണോ? ഈ നാട്ടുകാരെ മൊത്തം നന്നാക്കാൻ നമ്മളെ കൊണ്ട് പറ്റോ? അയാളെന്തെങ്ങനെ, ഇയാളെന്തെങ്ങനെ, അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കേ. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ എന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കാനുള്ള ഒരു മനസ്സ് നമ്മളിലൂടെ വന്നിട്ടുണ്ടോ? ഇതിങ്ങനെ ഒരാളോട് പറഞ്ഞു, അത് അടുത്ത ആളോട് പോയി പറഞ്ഞു, ഇപ്പുറത്ത് പോയി ഇങ്ങനെ ചോദിച്ചു, അയാളെന്തെങ്ങനെ, ഇയാളെ കൊണ്ടെന്താ പ്രശ്നം? നമ്മളുടെ അമലുകളെ പോയി എന്നല്ലാതെ ഈ നാട്ടിലൂടെ ഫിത്തനകൾ ഉണ്ടാക്കാൻ വേണ്ടി കസ്റത്തു സുആൽ, അമിതമായി ചോദ്യങ്ങളെ നോക്കേ. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർകുഹു മാ ലാ യഅനി, അവന് ഉപകാരമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് ഒരു നല്ല മുസ്ലിമിന്റെ ചര്യയിൽപ്പെട്ടതാണ് എന്ന് അള്ളാഹുവിന്റെ ദീൻ നമ്മളോട് പഠിപ്പിച്ചു തരാൻ. അതുപോലെ തന്നെ 3 കാര്യം ഞാൻ പറഞ്ഞു. 4-മതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് രാത്രി പുറത്തിറങ്ങുക എന്നുള്ളതാണ്. രാത്രി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക. രാത്രി പുറത്തിറങ്ങൽ ഇസ്ലാം അനുവദിച്ചാണ്, പക്ഷെ അതിനൊരു ഹോബിയാക്കി ഇന്നത്തെ പുതിയ തലമുറക്ക് മനസ്സിലാക്കണം. നൈറ്റ് ലൈഫ് അത് ആൺകുട്ടികളല്ലേ പുറത്ത്, ആൺകുട്ടികളെ പോലെ ഇനി പെൺകുട്ടികൾക്കും ആയിക്കൂടെ എന്ന് ചോദിക്കണ ഒരു തലമുറയുള്ള കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നോക്കണേ, അല്ലാഹുവിന്റെ മുത്ത് റസൂൽ പറയാണ്, അഖില്ലുൽ ഖുറൂജ ബഅദ ഹദഅത്തി റിജ്ൽ. നിങ്ങൾ നോക്കിയ ആ രാത്രിയായതിനു ശേഷം പുറത്തിറങ്ങുന്നതിനെ നിങ്ങൾ കുറക്കണേ, പുറത്തിറങ്ങുന്നതിനെ നിങ്ങൾ കുറക്കണേ. രാത്രിയായ പിന്നെ ഇങ്ങനെ പുറത്തിറങ്ങരുത്. നൈറ്റ് ലൈഫ് നിങ്ങളാഴ്ചയൊക്കെ പലപ്പോഴും ഇങ്ങനെ അത്ഭുതപ്പെട്ടു. നമ്മുടെ തൊട്ടപ്പുറച്ചില്ലേ പെരുമ്പിലാവ്, അവിടെ കരിക്കാട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട 46ഓളം ചെറിയ തട്ടുകടകൾക്കാണ് പഞ്ചായത്ത് ലൈസൻസ് ഉള്ളതെന്ന്. എത്ര പ്രവർത്തിക്കൂടുന്നല്ല ഞാൻ പറഞ്ഞേ, അല്ലേ? ആളുകൾ വന്ന്, കോളേജ് കുട്ടികളൊക്കെ വന്ന് അവരിങ്ങനെ, നിങ്ങളാരും ഇതിന്റെ പുറകിലാണ്. ഇപ്പൊ കുന്നോളം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കേസുകൾ നടക്കുന്ന മയക്കുമരുന്നാര രാത്രി കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ ക്യാമ്പസ് വിദ്യാർത്ഥികൾ, അവര് SIയുടെ അദ്ദേഹത്തെ പോലും കൈവച്ചു. അവസാനം പരസ്യമായി ഈ അങ്ങാടിയിലൂടെ അവരുടെ കയ്യിൽ വിലങ്ങ് വെച്ച് നടത്തിച്ചു. ആരാ? നല്ല അതവുള്ള കുടുംബത്തിലെ വാപ്പാന്റെയും ഉമ്മാന്റെയും മക്കളാൽ വേറെ നാട്ടിക്ക് മക്കളെ പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചപ്പോ കയ്യെന്ന് ശ്രദ്ധ പേറിയതാ. ഇതിന്റെ അർത്ഥം പുറത്തേക്ക് വിടണ്ടെന്നല്ല കേട്ടോ, അതവോടെ നമ്മുടെ കീഴിൽ വളർച്ച. അങ്ങനെ വളർച്ചുമ്പോ അള്ളാഹിനെ പറ്റി അവരെ പഠിപ്പിച്ചു കൊടുക്കുമ്പോ നമ്മളില്ലാത്ത മേഖലയിലും അവർ സൂക്ഷിക്കേണ്ട വാപ്പാരിമാരും മാത്രമല്ല, അതിനും മേലെ അള്ളാഹിനെ സൂക്ഷിക്കേണ്ടെന്നവരാണെന്ന ബോധ്യം അവർക്കുണ്ടാക്കി കൊടുക്കുക. നൈറ്റ് ലൈഫ് അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യങ്ങളെ പ്രിയമുള്ളവർ എത്ര മേഖലകളിലൂടെ കാണാൻ പറ്റുമെന്നറിയോ? നമ്മൾ ഇതിനു വേണ്ടി തുറന്നിരിക്കുന്ന രാത്രിക്കടകൾ, അതിനുവേണ്ടി നടത്തുന്ന വ്ളോഗേഴ്സ്, അതിന്റെ ഇൻഫ്ലുവൻസ് നമ്മളിലൂടെ കടന്നു വരാൻ, നമ്മുടെ മനസ്സിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട, ഏറ്റവും സ്വാധീനിക്കേണ്ട അധ്യാപനം ആരുടേതാണ്? ലോകത്തിന്റെ പ്രവാചകന്റേതാണ്. അള്ളാന്റെ മുത്ത് റസൂല് പറയാണ്, രാത്രിയായതിനു ശേഷം നിങ്ങൾ പുറത്തിറങ്ങുന്നതിനെ കുറക്കണേ എന്ന് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ നിങ്ങൾ നോക്ക്, നമുക്ക് വേണ്ടി അല്ലാഹു തആല രാത്രി പകൽ ഉപജീവനത്തെ തേടാനാണ്, രാത്രി വിശ്രമമാണ്, രാത്രി വസ്ത്രമാണ്, രാത്രി കിടന്നുറങ്ങാനുള്ളതാണ്. ജീവിതത്തിന്റെ അത്യാവശ്യങ്ങളും നിർബന്ധിത സാഹചര്യങ്ങളുമായി യാത്ര ചെയ്യുന്നതൊഴികെ അനാവശ്യമായി രാത്രിയിലൂടെ പുറത്തിറങ്ങുന്ന സമ്പ്രദായങ്ങളെ നമ്മൾ ഒഴിവാക്കപ്പെടേണ്ടതുണ്ട്. ഇത് മക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, രാത്രി മുഴുവൻ മക്കളെ പുറച്ചാൽ നമ്മളൊക്കെ പലപ്പോഴും
നിർബന്ധിത സാഹചര്യങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകളല്ലേ? അതാലോചിച്ചു നോക്കേ, എത്ര നമ്മളൊരു മലപ്പുറം ജില്ലക്ക് കുറെയൊക്കെ സംസ്കാര സമ്പന്നമാണെന്ന് നമ്മൾ ചിന്തിക്കുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ ചങ്കരംകുളത്തിന്റെ ടൗണിന്റെ അവസ്ഥ എന്താ അറിയും നിങ്ങൾക്ക്? രാത്രിയിലൊക്കെ നമ്മളൊക്കെ പലപ്പോഴും രാത്രി പ്രഭാഷണങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ്. ആണും പെണ്ണുമല്ലാത്ത രൂപത്തിൽ ചില ആളുകൾ സ്ത്രീകളുടെ വസ്ത്രം ധരിച്ച് നിസ്സാരമായ പണത്തിന് വേണ്ടി ശരീരം വിൽക്കാൻ നമ്മളുടെ ചങ്കരംകുളത്ത് ഹൈവേയിലുണ്ട്. വളഞ്ചേരി മുതലേ എടപ്പാള് മുതലേ ഇതുവരെയൊക്കെ ആളുകളുണ്ട്. അതിന്റെ പിന്നാലെ ക്യാമ്പസിലെ കുട്ടികൾ വന്നിട്ട് അവരിങ്ങനെ വന്ന് ആളുകളെ വട്ടം കൂട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ ഒന്നും ശ്രദ്ധിച്ചാൽ നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞത്, തിന്മകൾ ഇങ്ങനെ കൊല്ലം കുത്തി ഒഴുകുന്ന സാഹചര്യങ്ങളിൽ നന്മയെ മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട് മിമ്പറി വെച്ച് ഇങ്ങനെ തുറന്നു പറയേണ്ടതിലൊക്കെ വളരെ വിഷമുണ്ട്, വളരെ വിഷമുണ്ട്. നമ്മളുടെ കുറ്റിപ്പുറത്തിന്റെ പാലത്തിന്റെ താഴെ യാത്രയിലിടയിൽ ഇത് ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് പറയാൻ, ഉറക്കം വന്ന് ഡ്രൈവ് ചെയ്യാൻ കഴിയാതെ വന്നപ്പോ വാഹനം ഒന്ന് നിർത്തിയിട്ടൊരു 15 മിനിറ്റെങ്കിലും കിടക്കണമെന്ന് കരുതി ചാരിയിട്ടൊന്നിങ്ങനെ തലവെച്ചപ്പോ വണ്ടിയുടെ ഗ്ലാസ് വന്നിട്ട് ഇങ്ങനെ മുട്ടാൻ ഞാൻ ഞെട്ടി പേടിച്ചു പോയി. അവിടുന്ന് വാഹനം എടുത്ത് മുന്നോട്ട് പോയി. ഇതൊക്കെ നമ്മൾ കണ്ടത് കുറച്ചപ്പുറത്ത് മൈസൂരൊക്കെയാണ് യാത്ര ചെയ്യാൻ വേണ്ടി, നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തുന്ന സമയത്ത് പോലും ശല്യം ചെയ്യുന്ന ആൾക്കാരെ കണ്ട് പുറത്തായിരുന്നു. പക്ഷെ ഇവിടെ കണ്ട് വേദന തോന്നുന്ന രീതിയിൽ നിറഞ്ഞു കിടക്കുന്ന ആളുകളും വിദ്യാർത്ഥികളും പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പരാതി പറയാൻ പോയി ചോദിച്ചപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു വാക്കണം, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേന്ന്. ഞാനൊരു മിമ്പറിൽ നിന്നാ പറയണേ, സദാചാരം നടക്കുമ്പോൾ, തിന്മ നടക്കുമ്പോൾ അതിനെ തടയേണ്ടുന്ന നിയമപാലകർ നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം മാറുമ്പോൾ, പ്രിയമുള്ളവർ, നമ്മുടെ മക്കളുടെ ഈമാൻ, അതുകൊണ്ട് ഈ നൈറ്റ് ലൈഫ് അത്ര നല്ലതൊന്നല്ല. ഇനി ഭരണകൂടം അതിനുവേണ്ടി നിങ്ങൾക്ക് പാർക്കുകൾ സജ്ജമാക്കി തന്നാലും മക്കളെ പഠിപ്പിക്കേണ്ടത് അള്ളാഹ് വിശ്രമിക്കാൻ തന്നതാണ് രാത്രി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ, പുറത്തേക്ക് ഇറക്കാൻ, അവിടെ നിന്ന് പുറത്തു പോവാൻ, ആ നിർബന്ധിത സാഹചര്യങ്ങളില്ലാത്ത യാത്ര അതിനധികരിപ്പിക്കാൻ ഇസ്ലാം നമുക്ക് അനുവാദം തന്നിട്ടില്ല. 5ാമത്തെ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സംസാരിക്കാനൊക്കെ ഇസ്ലാം അനുവാദം തന്നിട്ടുണ്ട്. പക്ഷെ കേട്ടതൊക്കെ എടുത്തു പറയൽ, ആ സ്വഭാവം നമുക്ക് വേണ്ട. കേട്ടതൊക്കെ ആൾക്കാരോട് ഞാൻ കേട്ടതൊക്കെ എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ, അങ്ങനത്തെ ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. നമ്മളൊക്കെ വിചാരിക്കും എന്തിനാ ഇതൊക്കെ ഇവിടെ ഇങ്ങനൊക്കെ ഷോർട്ടാക്കിയിട്ട് എടുത്ത് പറയണേ. ഞാൻ ഈ വിഷയം സെർച്ച് ചെയ്തപ്പോൾ നിങ്ങൾക്കറിയോ, മുംബൈ പണ്ഡിത ലോകത്തൊക്കെ ചർച്ച ചെയ്തിട്ട് പല ഹുത്തുബകളാക്കി ക്രമീകരിച്ചു വെച്ച വിഷയങ്ങളാണ്. ഇത് സാധാരണക്കാർ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് എടുത്ത് പറയണത്, കേട്ടതൊക്കെ ഇവിടുന്ന് കേട്ടത് ആൾക്കാരോട് പറഞ്ഞു, എല്ലാം ആൾക്കാരോട് പറഞ്ഞേ. നോക്കേ, ഒരു മനുഷ്യന് കള്ളനെന്ന് പറയാൻ മാത്രം മതിയായതാണ്. അവൻ കേട്ടതെല്ലാം എടുത്തു പറയുന്നവനാണെങ്കിൽ എന്ത് കേട്ടാൽ ആൾക്കാരോടൊക്കെ പറയാം. അതിന്റെ നിജസ്ഥിതി എന്താണ്, അതിന്റെ യാഥാർത്ഥ്യം എന്താണ്, അതിന്റെ ഹക്ക് എന്താണ്, അതറിയാതെ കേട്ടത് മുഴുവൻ ആളുകളോട് എടുത്തു പറയുന്നത്, ആ പറയുന്ന മനുഷ്യൻ കളവ് പറയുന്നവനെന്ന് പറയാൻ മാത്രം മതിയായവനാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്ത് കേട്ടാലും, കേട്ടതിൽ നെല്ലുണ്ടാവാം, പതിരുണ്ടാവാം, കളവുണ്ടാകാം, സത്യമുണ്ടാകാം, നമുക്കറിയില്ല. ഏറ്റവും ഖബീർ അല്ലാഹുവാണ്. ഒരു വാർത്തയുടെ അടിവേരറിയുന്നവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. വ്യക്തമായി കേട്ടതിനും വ്യക്തമായി യാഥാർത്ഥ്യവുമല്ലാതെ ആളുകളോട് പറയാൻ നമുക്ക് അവകാശമില്ല. അതുകൊണ്ടാണ് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ എല്ലില്ലാത്ത അവയവങ്ങളെ സൂക്ഷിക്കണേ, എല്ലില്ലാത്ത അവയവങ്ങളെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് നാവിനെ കാണിച്ച് അദ്ദേഹം പറഞ്ഞു, ഫഹ്ഫദുഹു, ഈ നാവിനെ നിങ്ങൾ സൂക്ഷിക്കണേ, ഈ നാവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. തീർന്നിട്ടില്ല പ്രിയമുള്ളവരെ. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സഫയുടെ കുന്നിൽ അദ്ദേഹം ഇങ്ങനെ കയറി നിന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ നാവിനെ അദ്ദേഹം പിടിച്ചു. ആ നാവിനെ പിടിച്ചതിന് ശേഷം അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കുകയാണ്. ബില്ലിസാൻ യാ ലിസാൻ, ഏ നാവേ, കുൽ ഖൈറാ തഅനം, നീ സത്യം പറ, നല്ലത് പറ, എങ്കിൽ നിനക്ക് ഐശ്വര്യമുണ്ടാകും, നിഅമത്തുണ്ടാകും. അതല്ല, അവിടെ നിന്ന് പറയാണ്, വീണ്ടും അദ്ദേഹം പറഞ്ഞു, നീ ആ നാവിനോട് പറയുന്ന നാവേ, അതിന്റെ ഷർറുകളിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറി നിൽക്ക, തസ്ലം, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. ആ നാവിനെ അദ്ദേഹം ഇങ്ങനെ പിടിച്ചു സഫാ കുന്നിന്റെ മുകളിൽ വെച്ച്. എന്നിട്ട് അദ്ദേഹം നാവിനോട് പറയുന്ന പോലെ ജനങ്ങളോട് സംസാരിക്കുന്നു, നാവേ, നല്ലത് പറ, എങ്കിൽ നിനക്ക് ഐശ്വര്യമുണ്ടാകും. അതല്ല,
ഷർറുകളെ നീ ഒഴിവാക്ക്, എങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പറഞ്ഞു കൊടുത്തു ജനങ്ങളോട്. അക്സറു ഖതായ ഇബ്നു ആദം ബിലിസാനി, ആദം സന്തതികളുടെ അധികം പാപവും നാവ് കൊണ്ടാണെന്ന് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രസത്തിന് വേണ്ടി ഇങ്ങനെ പറയാം. അതുകൊണ്ട് വലിയ വലിയ പാപങ്ങളിലേക്ക് എത്തും. നിങ്ങൾക്കറിയോ 7 മഹാപാപമല്ലേ? 7 മഹാപാപങ്ങളിൽ ഇസ്ലാം വ്യഭിചാരത്തെ എണ്ണിയിട്ടില്ല. വ്യഭിചാരത്തെ എണ്ണിയിട്ടില്ല. വേറൊരു സാധനം എണ്ണിയിട്ടുണ്ട്, വ്യഭിചാര ആരോപണം. 7 മഹാപാപം. അതിന്റെ അർത്ഥം വ്യഭിചാരം മഹാപാപമല്ല എന്നല്ല. ഏത് തെറ്റിന് നരകണ്ടെന്ന് പറഞ്ഞതൊക്കെ മഹാപാപാണ്. അതിന്റെ ഡെഫിനിഷൻ അങ്ങനെയാണ്. പക്ഷേ സൽക്കർമ്മങ്ങളെ നശിപ്പിച്ചു കളയുന്ന ഒരൊറ്റ ഹദീസിൽ ഗാംഭീര്യത്തോട് എടുത്തു പറഞ്ഞ 7 കാര്യങ്ങളിൽ വ്യഭിചാരം പറയാതെ വ്യഭിചാരാരോപണം പറഞ്ഞത്, എറിഞ്ഞുകൊല്ലേണ്ട തിന്മയാണ് വ്യഭിചാരം എന്ന് പറയുന്നത്, വിവാഹിതന്റെ വ്യഭിചാരം. പക്ഷേ ഇവിടെ വ്യഭിചാര ആരോപണത്തെ പറഞ്ഞത് ഒരു തെറ്റ് ചെയ്യാത്ത ആളെ സംബന്ധിച്ച് ആരോപിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ വലുതാൻ നമ്മുടെ ഒരു പത്രത്തിന്റെ ന്യൂസിൽ വന്നാൽ പോലും നമ്മൾ പറഞ്ഞു നടക്കരുത്. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങളോട് പറയാം. ഒരു മാതൃകാപരനായ ഒരു അധ്യാപകനെ സംബന്ധിച്ച് ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു നടന്നു. പത്രത്തിന്റെ ഫസ്റ്റ് പേജിൽ ന്യൂസ് വന്നു, അദ്ദേഹത്തിന് സസ്പെൻഷൻ വന്നു. ഒരു ഹൈന്ദവനായ ഒരു മനുഷ്യന്. പക്ഷെ നമ്മൾ ചില ആളുകളെ പറ്റി ഇസ്ലാം സ്വീകരിച്ചെങ്കിൽ ഇന്ന് ആഗ്രഹിക്കൂലേ, അങ്ങനത്തെ ഒരു പളുങ്ക് പോലത്തെ ഒരു മനുഷ്യൻ. അവസാനം കുറെ കാലം കഴിഞ്ഞ് അയാൾക്ക് നാട്ടുകാരെ മുമ്പിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. അയാൾ നിരപരാധിയാണെന്നും കെട്ടിച്ചമച്ചതിന്റെ ഉള്ളുകള്ളികളും പുറത്തേക്ക് ന്യൂസ് വന്നപ്പോ ഉള്ളിലൊരു ചെറിയൊരു കോളത്തിൽ ന്യൂസ് വന്നു. അത് നാട്ടുകാരും അറിഞ്ഞില്ല, ആരും സോഷ്യൽ മീഡിയയിൽ ആഘോഷിച്ചില്ല. ഒരു പാവപ്പെട്ടവന്റെ കുടുംബം, അയാളുടെ മക്കൾ, അയാളുടെ അഭിമാനം പിച്ചു ചീന്തുമ്പോ ഞാൻ പറഞ്ഞത് ഇതൊരു മനുഷ്യന്റെ കഥയല്ല. നമ്മളും ഒരു കേട്ടാൽ ഒരു രസത്തിന് വേണ്ടി ഇങ്ങനെ പറയാം, വേണ്ടട്ടോ കേട്ടതെടുത്തു പറയാൻ, കേട്ടതൊക്കെ പറയാൻ നമുക്കാർക്കും അവകാശം തന്നിട്ടില്ല എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ ദീൻ മനസ്സിലാക്കി ജീവിക്കാൻ. ഇന്ന റജുല യതകല്ലമു ബികലിമ, മുത്തനബി പറയാൻ, ചില ആളുകൾ ഇങ്ങനെ സംസാരിക്കും, അവന് യാതൊരു ആവശ്യമില്ല, എന്നാൽ ആ പറഞ്ഞ വാക്ക് വെറുതെ ഇങ്ങനെ സംസാരിക്കണ കാര്യത്തിലെ അള്ളാഹ് കോപിക്കണ ഒരു കാര്യം അതിലുണ്ടെങ്കിലേ അങ്ങനത്തെ മനുഷ്യന്മാരെ നരകത്തിലേ പ്രവേശിക്കുകയുള്ളൂ എന്ന് അള്ളാന്റെ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ ഇങ്ങനെ വർത്താനം പറയാ, അമിതായിട്ട് പറയാ, അതിൽ അള്ളാഹ്ക്ക് കോപമുള്ളൊരു വാക്ക് വന്നാൽ അതുകൊണ്ട് അവൻ നരകത്തിൽ പോകുന്നുള്ളതാണ്. അതുകൊണ്ട് അനുവദിച്ചതിലും അധികം കടന്നു വരാതെ സൂക്ഷിക്കേണ്ട മേഖലകളെ സൂക്ഷിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്ക് മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞു വന്ന വിഷയം അധികരിപ്പിക്കാൻ പാടില്ലാത്ത 6 കാര്യങ്ങളാണ്. അതിൽ 5 എണ്ണം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് അമിതമായി ചിരിക്കുന്നത്, അമിതമായി സത്യം പറയുന്നത് വിലക്കപ്പെട്ട പാടില്ലാത്ത കാര്യങ്ങളാണ്. ചോദ്യങ്ങളെ അധികരിപ്പിക്കുന്നത്, രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങി നടക്കുന്നത്, അതുപോലെ തന്നെ കേട്ടതെല്ലാം, സംസാരത്തിൽ കേട്ടതെല്ലാം എടുത്തു പറയുന്നത്. അതുപോലെ തന്നെ 6ാമതായിട്ട് മുത്തനബിയുടെ അധ്യാപനങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും, അള്ളാഹു അനുവദിച്ച കാര്യങ്ങളിൽ പോലും അധികമാവാൻ പാടില്ലാത്തത് ഫൗക ഹദ്ദിൽ മുഅ്താദ്, ഉപയോഗിക്കാനുള്ള പരിധിക്ക് മുകളിൽ ഏതൊരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അധികരിക്കാൻ പാടില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, പണം ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലേ? എൻ്റെ പൈസ അല്ലേ, ഞാൻ ഇഷ്ടമുള്ള പോലൊക്കെ ചെലവാക്കും, നമുക്ക് പറയാൻ എന്തില്ല, അവകാശമില്ല. നമ്മളുടെ നിയമത്ത് എനിക്കിഷ്ടമുള്ള പോലൊക്കെ ഞാൻ കറങ്ങി നടക്കും, നമുക്കത് പറയാൻ അവകാശങ്ങളിൽ. അള്ളാഹു അനുവദിച്ചു തന്നതിൽ നിർണിതമായ പരിധിക്കപ്പുറത്തേക്ക് ഹദ്ദുകളെ വിട്ടുകിടക്കാൻ നമുക്ക് അവകാശമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടായി, നമ്മൾ ഇത് എങ്ങനെ ആളുകളുടെ വരുന്ന ആളുകൾക്ക് എന്താ വെച്ചാൽ എങ്ങനെ ഞെട്ടിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. വരുന്ന അതിഥിയെ തൃപ്തിപ്പെടുത്തി മാന്യമായ ഭക്ഷണം കൊടുത്ത് പറഞ്ഞു വിടാന്നുള്ളതിലപ്പുറത്ത് എങ്ങനെ ഞെട്ടിക്കാൻ പറ്റും? ചങ്ങരംകുളത്ത് ഇവിടെ നടന്ന അയാളുടെ കല്യാണത്തിന് പെർ ഹെഡ് 600 റുപ്യൻ്റെ ഫുഡായിരുന്നു, ഇയാളുടെ കുട്ടിയുടെ 2000 റുപ്യൻ്റെ ഫുഡായിരുന്നു എന്ന് പറഞ്ഞു. അത് അതിന് മേലൊക്കെ 2500 ആയിരുന്നു. ഇതൊരു നാട്ടിലും കവലയിലൊരു ചർച്ച വന്ന ഒരു ദിവസത്തെ 2 ദിവസത്തെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് കടം മേടിക്കണവരുണ്ട്, പലിശക്കെടുക്കണവരുണ്ട്. അതിലുപരി കയ്യിലുള്ള പണം തന്നെ ആ മുതലാളിയുടെ കല്യാണത്തിന് അതൊരു CR-ന്റെ കല്യാണമായിരുന്നു എന്ന് പറയുമ്പോൾ എന്തോ ഒരു പ്രൗഢി നമ്മൾ ആഗ്രഹിക്കണുണ്ടോ? നിങ്ങൾക്കറിയോ ഏറ്റവും സൗഭാഗ്യമുള്ള മോൾ ആരാന്നറിയോ, പെണ്ണാരാന്നറിയോ?
അവരുടെ ഖിതാബത്ത് വിവാഹാന്വേഷണം മുതൽ നിക്കാഹ് വരെ ലളിതമായ പെൺകുട്ടിയാണ് സൗഭാഗ്യമുള്ള പെൺകുട്ടി. ഞാനൊരു കാര്യം കൂടെ നിങ്ങളോട് തീർത്തു പറയാം. നിക്കാഹ് കഴിഞ്ഞ് ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനക്കുമാ ഫി ഖൈർ. അല്ലാഹു നീ ബർക്കത്ത് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാനുണ്ട്. ബർക്കത്ത് തരേണ്ട ആരെന്നറിയോ? പഠിച്ചവന്. ഇഷ്ടപ്പെട്ട പെണ്ണും ഇഷ്ടപ്പെട്ട പയ്യനും ഇഷ്ടപ്പെട്ട സമ്പത്തും അറിയാവുന്ന കുടുംബവും ചൂഴ്ന്ന് അന്വേഷിച്ചപ്പോൾ കിട്ടിയ നല്ല വിവരങ്ങളും ഒക്കെ അടിസ്ഥാനത്തിൽ നിക്കാഹ് നടത്തിയതാണ്. പക്ഷെ ജീവിതം മുന്നോട്ട് പോകണില്ല. എവിടൊക്കെയോ അവർ തമ്മിൽ അങ്ങോട്ട് യോജിക്കണില്ല. ഏതെങ്കിലും കൗൺസിലിംഗ് സെന്ററിന് മുമ്പിൽ പോയിരിക്കേണ്ടി വരാൻ. നിങ്ങൾക്കറിയോ, ആ ജീവിതത്തിന്റെ ബർക്കത്ത് അല്ലാഹു കൊടുത്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നിക്കാഹ് കഴിയുമ്പോൾ ഏറ്റവും നിർബന്ധമായിട്ട് വേണ്ട ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ അതിനനുയോജ്യമായ പ്രവർത്തനങ്ങളില്ലാതെ. അതുകൊണ്ട് ഈ പണം പഠിച്ചൊന്നും ഞാൻ അങ്ങോട്ട് പൊടിച്ചു കളയാൻ അങ്ങോട്ട് എൻ്റെ പൈസ അല്ലേ, ആരാ ചോദിക്കാൻ? ആദം സന്തതികളുടെ കാൽപാദങ്ങളെ ചലിപ്പിക്കാൻ അല്ലാഹ് അനുവാദം തരൂല. എന്തിനാണ് ചെലവഴിച്ചതെന്ന് അല്ലാഹുവിനോട് കണക്ക് പറയണം. ഒരു സമ്പത്ത് മാത്രമല്ല കേട്ടോ, വാഹനം അല്ലാഹ് തന്നിട്ടുണ്ട്, അതിനെ ഉപയോഗിക്കേണ്ട പരിധിക്കപ്പുറത്ത് ഉപയോഗിക്കാൻ പാടില്ല. അള്ളാഹു നമുക്ക് വെള്ളം തന്നിട്ടുണ്ട്, നിഅമത്താണ്. ഉപയോഗിക്കേണ്ട പരിധിക്കപ്പുറത്ത് അതിനെന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. ഏത് നിഅമത്തിലും അള്ളാഹു തന്ന പരിധിക്കപ്പുറത്തേക്ക് ഉപയോഗപ്പെടുത്തുന്നതിനെ നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹു തആല ഹക്കിന്റെ മാർഗത്തിൽ അവന്റെ ദീന് മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അള്ളാഹു നാം ഇവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. ഈ അടുത്ത നാളുകളായി നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട പല ആളുകളും ഈ കഴിഞ്ഞ ഓരോ ആഴ്ചകളിൽ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ സഹോദരങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഅ്ഫിറത്തും മർഹമത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പലവിധ പ്രയാസങ്ങളിൽ, രോഗത്തിന്റെ പ്രയാസങ്ങളിൽ, ശാരീരിക പ്രയാസങ്ങളിൽ, സാമ്പത്തികമായ പ്രയാസങ്ങളിൽ, മക്കളെ കൊണ്ടുള്ള പ്രയാസങ്ങളിൽ ഒക്കെ കഴിയുന്ന ആളുകളുണ്ട്. എല്ലാം അറിയുന്ന റബ്ബേ, ഖൈറ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്, ഖൈറ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين وفي رفح وفي غزة. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. الله أكبر الله أكبر. أشهد أن لا